ഗൗരിക്ക് അറിയാമോ എന്നറിയില്ല, ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കും. ഇത് നമ്മൾ വരുമ്പോൾ പക്ഷേ ഗൗരി വിചാരിച്ചിട്ടുണ്ടാകുന്നത് സെലിബ്രിറ്റി കിച്ചൺ മാജിക് ആണല്ലോ, അപ്പോൾ അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അടുക്കള എന്ന് പറയുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ആഹാരത്തിലൂടെയാണ് നമ്മളെപ്പോഴും കണക്ഷൻ. ഈ നേരത്തെ പറഞ്ഞ പോലെ എന്തിനേറെ പറയുന്നു, അറിയാതെ വെച്ചൊരു വിഭവമാണ് അപ്സര പോലും അറിഞ്ഞത്. ഒരു ഡയറി മിൽക്ക്. ഡയറി മിൽക്കിന് ഈ പ്രണയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാധനമാണ്. മിക്കവാറും പേര് ഈ പ്രണയിക്കുന്ന ഒരു മിക്കവാറും പേരൊക്കെ ഡയറി മിൽക്ക് അല്ലേ. അങ്ങനെ ഈ എനിക്ക് തോന്നുന്നത് ഫുഡുമായിട്ടും ഇത്തരം സ്വീറ്റ്സിലൂടെ നമ്മൾ കടന്നിട്ട് പിന്നെ ഒരുമിച്ച് കാപ്പി കുടിക്കാൻ പോകും, കോഫി പോകുന്നു, അല്ലെങ്കിൽ പിന്നെ ഡിന്നർ കഴിക്കാൻ പോകുന്നു. എല്ലാ പ്രണയിനികൾക്കും എല്ലാ കാമുകനും കാമുകിമാർക്കും അവർ എപ്പോഴും മെമ്മറിയിൽ വെക്കുന്ന ഒരു ഭക്ഷണമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്സരയുടെ ഒരു മെമ്മറി പറഞ്ഞു. അയ്യോ എന്തോരം പറയാൻ. അയ്യോ ഏത് പറയും? അയ്യോ ഇല്ലേ ചേച്ചിയോട് ചോദിച്ചേ, ഏതെങ്കിലും ഒരു അനുഷ്ഠിതോ ഒരു സദ്യ വന്നു, പിന്നെ സാമ്പാർ വന്നു, പിന്നെ പപ്പടം വന്നു, പിന്നെ അച്ചാറ് വന്നു. അതല്ലേ? ഇല്ല ഇല്ല ഇല്ല, അപ്സര സ്റ്റാർട്ടർ ഐസ്ക്രീം തന്നെ ആയിരിക്കും. ഐസ്ക്രീം എനിക്ക് അല്ല, എന്റെ ഏറ്റവും ഇഷ്ട ഭക്ഷണം, എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഒറ്റ ഇരിപ്പിന് 2 ലിറ്ററൊക്കെ ഒരുമിച്ച് കഴിക്കും, അത്ര ഇഷ്ടാ. 2 ലിറ്റർ ഒറ്റയടിക്ക്? 2 ലിറ്ററാ? 1.5 ഒരു കോൺ അതിന്റെ അറ്റ കഴിച്ച് തിന്നോട്ടാ നവീന വിട്. നിങ്ങളിനി പറയൂട്ടോ. അപ്പൊ ഐസ്ക്രീം എനിക്ക് ഞാൻ ഒത്തിരി പ്രണയിക്കുന്ന സമയത്ത്, ആ സമയത്ത് ഒരുപാട് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ ഐസ്ക്രീമാണ് അപ്സരയുടെ പ്രണയം. ഡയറി മിൽക്കിന്റെ ഉറപ്പായിട്ട് ഡയറി മിൽക്ക് ആണല്ലോ അല്ലേ? ഇപ്പോഴും എനിക്കും ഐസ്ക്രീമാണ്, സ്നോബോളിലെ ഐസ്ക്രീം. അതാണ് ഫസ്റ്റ് MG റോഡിൽ. അതെ അതെ അതെ, അവിടെയാണ് ഞങ്ങളുടെ പ്രണയം തുടങ്ങുന്നത്. മനുവായിട്ടുള്ള പ്രണയം അല്ലേ? ഞാൻ പറഞ്ഞില്ലല്ലോ, പറയണ്ട, ആളെ പറയണ്ട, ഒന്നും വേണ്ട. കാന്തരേമോ ചേച്ചി ആളെ പറയല്ലേ? നവീനെ തീർച്ചയായിട്ടും ഐസ്ക്രീമാണ്. MG റോഡിൽ കാരവൻ ഐസ്ക്രീം. അല്ല ഞാൻ പ്രേമിക്കുമ്പോ ജനിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. അപ്സര കാരവനിൽ വെച്ചായിരുന്നു പ്രണയിച്ചു തുടങ്ങിയത്. പിന്നെ എന്താ കുഴപ്പമെന്ന് സ്നോബോൾ കാരവൻ ഭയങ്കര ഫേമസ് ആയിരുന്നു. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ 5 രൂപ ഉണ്ടായിരുന്നുള്ള ഐസ്ക്രീമിന്. പിന്നെ അത് മേടിച്ച് കാര്യം ആ സമയത്ത് അറിയാല്ല, ചിലപ്പോ പുള്ളിക്കാരി, ചിലപ്പോ ഞാൻ അങ്ങനെയായിരുന്നു. അപ്പൊ കുറച്ചു നേരം ഇരുന്ന് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും പുള്ളി വന്നിട്ട് പറയും വേറെ എന്തെങ്കിലും വേണോ, അങ്ങനെ 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 അങ്ങനെ. പിന്നെ അവിടെ നിന്ന് മാറേണ്ടി വന്നു. പക്ഷെ എന്റെ സ്റ്റാർട്ടിങ് കാരവണിലായിരുന്നു, കാരവൺ ഐസ്ക്രീം. ഓക്കെ.